കൊച്ചുമോളെ. പാപ്പച്ചി എന്താടി മോളെ ഇത്ര എന്റെ അമ്മയ്ക്ക് വണ്ടി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോനെ. അപ്പച്ച നിങ്ങളെ ഒന്ന് കയറ്റി താമസിപ്പിച്ചിട്ട്. ഇനി കയറി താമസിച്ചോണ്ടാ മതി. രാഘവർക്ക് കയറി വന്നിരിക്കുന്നു. അമ്മച്ചിയെ സമയവും കാലവും ഒക്കെ നോക്കി നമ്മൾ എന്തൊക്കെ ചെയ്തു. നോക്കുന്നവർക്ക് ഇതെല്ലാം തത്വം, അല്ലാത്തവർക്ക് എന്നാ മേമേ മഹാങ്ങാത്തൊലി. തലയിലെഴുത്ത് തമ്പുരാൻ കർത്താവിനെ മാറ്റാൻ നോക്കും അല്ലേ ഐസക്കെ? ആ തലയിലെഴുത്തെന്ന് പറഞ്ഞ കറക്റ്റാ. ഒരിക്കൽ എഴുതി പോയോ അനുഭവിച്ചേ തീരും. നിനക്കെല്ലാം കൊണ്ട് നല്ല വീടാ ഇത്. പാലിറങ്ങിയ കൊച്ചുമോക്ക് കോളേജ്, നിനക്കാണെങ്കിൽ മുറ്റത്ത് പള്ളി. പെണ്ണമ്മേ, സാർ പെണ്ണമ്മേ, എവിടെയുണ്ട്? ഞാൻ എവിടെയാണ് സാർ? ചേട്ടത്തിക്ക് എന്നാത്തിന്റെ കുറവാ? റെഡി വച്ചേ. നീ എവിടുത്തെയാ? പഴമുണ്ടല്ലേ കാരമോളല്ലേ? അതെ. എന്റെ കുരിശുമേ കർത്താവേ, കല്യാണത്തിന് എങ്ങനെ ഇരുന്ന പെണ്ണാ നീ? അങ്ങ് കൊഴുത്ത് ചീർത്ത് പോയല്ലോടി. കാണുമ്പോഴൊക്കെ തോന്നാറുണ്ട് ഒന്ന് മിണ്ടണമെന്ന്. പള്ളി കഴിഞ്ഞാകാമെന്ന് വെച്ചാ മരിച്ചറിയിക്കാൻ പോണ ഓട്ടോ അല്ലയോ നിന്റെ? നിനക്കെന്നെ മനസ്സിലായോ? എടി വച്ച ഞാൻ ഇരുമ്പന്റെ അടുത്തയാ. നിന്റെ വകയിലൊരു കുഞ്ഞളയമ്മയാ, തെറുതി കുഞ്ഞളയമ്മ. പൈലിപ്പാപ്പന്റെ പൈലിപ്പാപ്പന്റെ ടെറുതി. പിന്നെ ആമ്പർമാനോട് എന്നാ എടുക്ക? മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ. ഐസക് പീറ്റർ, സൈക്കാട്രിസ്റ്റ് അല്ലേ? ഞാനറിയും. എങ്ങനറിയും? അയ്യോ, ഞങ്ങളൊന്നിച്ച് ഒരേ കോളേജിലായിരുന്നു. അത് ശരി. ട്രിവാൻഡ്രത്തായിരുന്നില്ലേ? അതെ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? അതെ. ഐസക് ഉണ്ടോ വീട്ടില്? ഉണ്ട്. എന്നാ എടുക്കുന്നു? തുടങ്ങി നിങ്ങളുടെ നരപറി വേഷം കെട്ടല്. കെട്ടിക്കാൻ പ്രായമായ പെണ്ണി നിൽക്കുന്നു. ചെറുപ്പങ്ങളി മനുഷ്യന് പ്രായമായെന്ന് വെച്ചാ പോരെ. ഇടി പെണ്ണെ, മുഖം കഴുകി പൂട്ടിക്ക് പൊടി നനയ്ക്കാൻ നോക്ക്. ചെല്ലേ. ഇങ്ങനെ തുടങ്ങിയ ഇവിടെ ആരാ നിൽക്കുക? സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ശരി, അതിന് ആ പെണ്ണിനെ എന്തിനു പൂട്ടിയിടുന്നു? പോകുമ്പോ അവളെ കൂടെ കൊണ്ടുപോയ പോരെ? അവൾ എന്ത് വിചാരിക്കും? അയ്യോ, അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ആരാണെന്ന് അവൾ അറിയാൻ നോക്കിയാൽ മതി. ഓഹോ, അപ്പൊ ഈ കണ്ട ജോലിക്കാരെല്ലാം എന്റെ ശല്യം മൂലം പോയതാ? അതെ, നിങ്ങളുടെ ദുർച്ചന്താ ദുർനടത്താം. പിന്നെ മോളിലേക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവള് കാണാ നീ എന്തെല്ലാം ചെയ്യുന്നു. ഇനി പറയാനുള്ളത് എന്തിനു മിച്ചം വയ്ക്കുന്നു? പറഞ്ഞോ. പക്ഷെ ഒരു കാര്യം,
അവള് നിന്നെ കണ്ടാ വളരുന്നത്. ഹും, എന്നെ കൊണ്ട് വളർന്നു. എന്താടി ഇട്ടിരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടിക്കോട്ട് ഇടാവുന്നു? പുതപ്പുണ്ടാക്കാൻ വേഷം കെട്ടുന്നു. എന്താ അമ്മ ഇത്? നിലത്ത് നിന്നേച്ചാ മതി. എന്തിനമ്മേ ചാച്ചൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ചാച്ചൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തില്ല. കണ്ണാടി കുട്ടിക്കകത്ത് വെച്ചാ മതി. ഉണ്ണിയാളച്ചൻ വന്നു. നോക്കണ്ട നോക്കണ്ട, പറഞ്ഞു കൊടുക്കായിരുന്നു. കണ്ടല്ലേ വളരുന്നേ. നോക്കുന്നു. യെസ് കം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ തിലകം വിളിച്ചിരുന്നു. എന്നിട്ടെന്താ എന്നെ വിളിച്ചില്ല? വിളിക്കാൻ മുകളിലേക്ക് വന്നതാ. കോൾ ദ പേഷ്യന്റ്. കഴിച്ചോ? ഇടി പെണ്ണേ, പിന്നെ വേഗം ഇട്ടേച്ചു വന്നേ. ചൊല്ലേ. എനിക്ക് കുറച്ച് വെക്കാനുണ്ട് കേട്ടോ. ശരി. ഇതെന്തൊരു വേഷം കിട്ടിയിട്ടാണമ്മേ? ഓടി അപ്പുറത്ത്. തിരികെ പിടിച്ച ബ്ലൗസ് നടപ്പം കാണുമ്പോ തീ തിന്നുന്നത് ഞാനാ. കൊച്ചമ്മേ, എന്താടി നിനക്ക് നല്ലപോലെ ചേരുന്നുണ്ട് പെണ്ണേ. ഓ, അച്ഛാമ്മ ഡ്രൈവറെ വിളിക്കും. കോൺഫറൻസ് കഴിയുന്നവരെ നിൽക്കണോ ഡോക്ടർ? ചിലപ്പോ നിൽക്കേണ്ടി വരും. ഹലോ, ഡോക്ടർ ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണ്? അദ്ദേഹം ഇല്ലേ അവിടെ? നിങ്ങൾ ആരാണെന്ന്? ഞാൻ കുമാരിയാണ്. കുമാരി. എന്നാച്ചി ക്ലാറമ്മ കാത്താലേ? സ്വാമി പാട്ട് പഠിപ്പിക്കാൻ വന്നാ? അതെ. അങ്ങ് പഠിപ്പിച്ചേച്ച് പോവാൻ നോക്കണം. ആയിക്കോട്ടെ. രാധാ സംവേദ കൃഷ്ണ. സ്വാമി, ഇത് ക്രിസ്തീയ ഭവനമാണ്. ഇവിടെ കൃഷ്ണകൃഷ്ണ രാമരാമൊന്നും വേണ്ട. அதுக்கு நான் என்னம்மா பண்றது? உங்க ஜாதியிலே தியாகராஜர் தீட்சிதர் ஒன்னும் பிறக்கலையே. உங்க യേശുദാസൻ கூட இதுதான் பாடுறது. அவனும் கிறிஸ்டியானி. കൃഷ്ണ മുകുന്ദ മുരാരേ. ആഹാ, എന്നാലേ നാളെ മുതൽ കൃഷ്ണനെ രാമനെ ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. വേണ്ട, நாளைக்கு எனக்கு இன்னைக்கே வேண்டாம். அம்மா, உங்களுக்கு அந்த பள்ளி பாட்டு தான் சரி. சின்ன பொண்ணே, நீ நாளையில இருந்து சர்ச்சில் போய் பாட்டு கத்துக்கோமா. മാമി, മാമി, ഞാൻ വരട്ടുമാ? ഇയാൾ എന്താ പറഞ്ഞേ? മാമിയോ? ഞാനങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്നു പാട്ട് പഠിപ്പിക്കാൻ. ഇവിടെ ഒരു പാട്ട് പഠിത്തം. ഇങ്ങോട്ട് വരട്ടെ. എനിക്കിന്ന് രാവിലെ വന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ആരാ? എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? നീയല്ലേ ഇതൊക്കെ അറിയേണ്ടത്? ആഹാ, നിങ്ങൾക്ക് വരുന്ന അവളുമാരുടെ എല്ലാം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനിരിക്കാ ഞാൻ.
ഏത് അവളുമാര്? നീ എന്തൊക്കെയാ ക്ലാരായി പറയുന്നത്? എല്ലാവർക്കും ഡോക്ടർ ഐസക്കിനെ മതി, അദ്ദേഹത്തെ മതി. അദ്ദേഹം ഒരു കുമാരി ഇറങ്ങിയിരിക്കുന്നു. ഞാനോ ക്ലാരാ മാമി. മാമി ആക്കിക്കോ. ആ സ്ത്രീ എന്റെ ഒരു പേഷ്യന്റിന്റെ സിസ്റ്ററാ. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ അവർക്ക് എന്നെ വിളിച്ചുകൂടെ? അപ്പോയിന്റ്മെന്റ് പിന്നെ എന്തിനാ നിങ്ങൾക്ക് അച്ചാമ്മ? അതെങ്ങനെയാ? അവളോടൊപ്പം ചുറ്റാനല്ലേ നേരമുള്ളൂ. എടാ ഇത് നല്ല ഏർപ്പാടാണല്ലോ. ഉള്ളത് പറയുമ്പോ അപ്പന്റെ നെറ്റിച്ചുളി മോടെ കണ്ണു കറി. ആഹാ ഞാൻ എന്റെ വീട്ടിൽ പോവാനേ. ആഹാ അത് കൊള്ളാം. പഴമുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ വീട്ടിൽ പെറ്റി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കെട്ടിപ്പറിക്ക് വന്നൊന്നുമില്ല. അപ്പൊ തന്നെ അന്തസ്സായിട്ട് പറഞ്ഞു വെച്ചാ. ആഹാ നടത്തുന്ന ക്ലിനിക്കാരുടെയാ? വീടാരുടെയാ? അല്ല കാരാരുടെയാ? എന്റെ അപ്പന്റെ വകയാ. എനിക്ക് വന്നതല്ല. എന്നിട്ട് അങ്ങേർക്ക് മോൾക്കും എന്നെ വേണ്ട. എന്റെ ഒരു ഗതികേട്. പേരപ്പന്റെ മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും കെട്ടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞാനൊരുത്തി ശാന്തന്മാരുടെ അടുക്ക കിടന്ന് ശ്വാസം മുട്ടുന്നു. എന്റെ തലയിലേക്ക് കാണുന്നുണ്ടോ കർത്താവേ? ചുമ്മാ ഇരിക്കുന്നു. മോളി വാതിലടച്ചേ. വേണ്ട ചാച്ച, ഈ വാതിലല്ലേ അടയ്ക്കാനാവൂ? എന്താ ക്ലാര ചെയ്ത്? എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ? അതെ, ഇത് ഞാനാടാ കുഞ്ഞളാവാ. കണ്ണ് കണ്ട പോലെ ഇരിപ്പുണ്ട്. ആഹാ കുഞ്ഞളമ്മയോ? ഞാൻ ഡോക്ടർ ഒന്ന് ഇട്ടോട്ടെ. എടി കൊച്ചേ, എവിടെ ഒരു ഇടിച്ചേർക്കാണല്ലോടി. എടി പെണ്ണേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഇടരുതെന്ന്? പോയി മാറ്. ചെറു നിൽക്കുന്നു. ഇത്താക്കച്ചൻ ചെറുപ്പമില്ലയോ? എന്റെ അങ്ങൊരു ഓച്ചറക്കാരി പെണ്ണുണ്ടായിരുന്നതിന്റെ ഗതികേട് ഞാൻ അനുഭവിച്ചവളാണേടിയേ. നിന്റെ പൈലിപ്പാപ്പൻ അവളെ എടവും വലവും തിരിയാൻ സമ്മതിക്കുമായിരുന്നു. എന്റെ കുരിശമേ കർത്താവേ, ഈ ഓണെന്ന് പറഞ്ഞ വർഗത്തിന് അടുക്കളപ്പണിക്ക് കുരുവികളില്ലെങ്കിൽ ഒരു തൃപ്തിയുമില്ല. ചൊത്തപ്പോ ഒരുപിടി കുരുവികളല്ലയോ കരഞ്ഞത്? എവളുമാരൊക്കെ ആരാളെമ്മേ? കൂത്ത അനാമത്ത്.
ഓരോ ദിവസവും പ്രശ്നങ്ങളാണ് ഡോക്ടർ. ഐ തിങ്ക് ഐ ഗോ മാഡ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊക്കിൽ ഒതുങ്ങുന്നയാകാവൂ എന്ന്. യുനോ, ഐ എം ഫ്രം എ വെരി വെരി ആവറേജ് ഫാമിലി. സത്യത്തിലേക്ക് ചേരാത്ത ബന്ധതയായിരുന്നു ഇത്. മെഡിസിൻ കഴിഞ്ഞതും ഈ ആലോചന എത്തിക്കയറി വന്നതാ. ആദ്യമൊക്കെ ഒരു ത്രില്ലായിട്ട് തോന്നി. പക്ഷെ വിവാഹത്തോട് കൂടുതൽ അടുക്കുന്തോറും ഒരുതരം കോംപ്ലക്സ്, വേണമായിരുന്നോ എന്ന വികാരം എന്നെ ഭരിക്കാൻ തുടങ്ങി. ബട്ട് ദ മാരേജ് ഹാസ് ടേക്കൻ പ്ലേസ്. പാരമ്പര്യവും പത്രാസും പറയാനില്ലാത്ത എനിക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്ന കൂട്ടുകാരികളായിരുന്നു ഹീറോയിസം. അവരെ കൂട്ടി കഥകളുണ്ടാക്കി. എപ്പടി പെട്ടി വായിച്ചുള്ള പരിചയമാണേ. ഇതൊക്കെ വായിക്കാൻ ചോരയിൽ കലയുടെ ചുവയുണ്ടായാൽ മതി. എന്താ അല്ലേ, ഒന്ന് അന്വേഷിച്ചു നോക്ക്. TD മെഡിക്കൽ കോളേജ് ഐസക് എന്ന് കേട്ട രോമാഞ്ചമണിയും. അതേടോ, ഞാൻ എന്ത് പറഞ്ഞാലും താഞ്ചിരി. കോളേജിന്റെ ഓരോ ചുവരിലും തങ്ക ലിപികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഐസക് ദ ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് വോക്കലിസ്റ്റ്, ബെസ്റ്റ് ഒറേറ്റർ, പ്രാസംഗികൻ. അത് കേട്ടാ തോന്നും. തോന്നുന്നതൊന്നുമല്ല, സത്യമാണ്. കൂട്ടത്തിൽ പഠിച്ചിരുന്ന പെമ്പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. അത് നല്ല ചൊവ്വാന്നുള്ള പെമ്പിള്ളേര്. എല്ലാവർക്കും ഐസക് മതി. എങ്ങും ഒരു ഐസക് ഫീവർ. മാർഗരറ്റ് 3 വർഷമല്ലേ പുറകെ നടന്നത്. വലിയ ഫ്ലീറ്റ് ഓണന്റെ മോളാ. 3 വർഷം ഞാനും പിടിച്ചു നിന്നു. പിന്നെ ഞാനങ്ങ് തടഞ്ഞു. ആർക്ക് വേണം ചട്ടക്കാരി? സുലേഖ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. എനിക്ക് അവളിൽ കുറെ മോഹങ്ങളുണ്ടായിരുന്നു. ക്ലാരേ, ക്ലാരേ, ഞാൻ വരെ തമാശ പറഞ്ഞതല്ലേ. എന്തിനു കരയുന്നേ? കരയാതിരിക്കും ക്ലാരേ. ഏകമകൾ, വാത്സല്യത്തിൽ കഴിഞ്ഞവൾ, സ്വന്തം വീട് വിട്ട് ഭർത്താവിനോട് ചേർന്നപ്പോൾ തനിക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നൽ അവരോടൊത്ത് വളർന്നു. പിന്നെ അവരതിൽ ജീവിക്കുകയായി. I know all about paranoid personalities. They're always in a fix. എടോ, എന്റെ കാര്യം തന്നെ എടുക്കുക. ഒരു ദിവസം കുറഞ്ഞത് 50 നുണയെങ്കിലും ഞാൻ ശാന്തയോട് പറയും. പുള്ളിക്കാരി വിശ്വസിക്കും. ഞങ്ങൾക്ക് സന്തോഷമാ. 1000 നുണകൾ കോർത്തണിക്കൊരു നുണമാലയാണ്
കുടുംബജീവിതം ഇല്ലേ? കം ടു ദി പോയിന്റ്. കഴിയുന്നതും സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോയിന്റ് മെയിൻ സെക്രട്ടറി. അതറിയാതെയല്ല, സ്ത്രീകളാവുമ്പോ അവർക്ക് പേഷ്യൻസിനോട് കൂടുതൽ അടുക്കാനും പരിചരിക്കാനും കഴിയും. യു ആർ റൈറ്റ്. ബട്ട് ദി മോർ ഷീ സസ്പെക്ട്സ് ദി മോർ യു ഷുഡ് ക്ലിയർ ദി വേസ്, ഇല്ലേ? ഉം. ചേച്ചി, എന്ത് വേണം? അല്പം ചൂടുവെള്ളം വേണമായിരുന്നു ചേച്ചി. അവിടെ കൺസൾട്ടിംഗ് റൂമിൽ ഹീറ്റർ ഇരിപ്പില്ലേ? പ്ലഗ് കുത്തുക, സ്വിച്ച് ഇടുക, ചൂടാക്കുക. മനസ്സിലായോ? സോറി, കറണ്ട് ഇല്ലാത്തോണ്ടാ. എന്നിട്ട് ചൂടാക്കിയാ മതി. പിന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഈ അകത്തേക്കുള്ള കളി വേണ്ട. കണ്ണു തിരിഞ്ഞാൽ തള്ളി പിടിച്ച് അടുക്കളയ്ക്കകത്ത് തന്നെ സത്രവാ. ക്ലാരെ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കും. മാന്യമായി ജീവിക്കൂ. ഇനി അവളിവിടെ വരില്ല. നിക്ക്, ആ ജോലിക്കാരി ഇനി ഇവിടെ ആവശ്യമില്ല. എന്താ പുതിയ വല്ലതിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? 4 പേരുടെ പണിയെടുക്കുന്നതിന് 60 രൂപ കൊടുക്കുന്നത്. അവൾ ഇവിടെ നിന്നോളും. ഇനി അവളെ പറഞ്ഞു വിടാഞ്ഞിട്ടാ. ഇന്ദിരാനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഏതാണ്? സെക്കൻഡ് സ്ട്രീറ്റ് തന്നെ. ഡോർ നമ്പർ ഏതാ? 5A. ആ കാണുന്ന വീട് തന്നെ. അത് ഒഴിഞ്ഞു കിടക്കുന്ന വീടാണല്ലോ. നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നതാ? ഞങ്ങൾ അവിടെ താമസിക്കാൻ വീട് കാണാൻ വന്നതാണ്. അമ്മകുട്ടി, പെണ്ണിരിക്കണ്ടിരിക്കണം. കാര്യം ചോദിക്കാൻ ആണൊരുത്തൻ കാറ ഇരിപ്പുണ്ടല്ലോ. ചുരുക്കുള്ള ആണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ കുണുണുപ്പുണ്ടല്ലോ. ആ വാസുട്ടാ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെയൊക്കെ പറയാതെ. നിന്നെ പോലെ ഒരുത്തല്ലേ ആ കാറില്? ആ ഇരിപ്പും ആ നോട്ടും ആ ഭാവവും ഒക്കെ കണ്ട എന്തൊരു മാന്യതയാ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആരാ, എന്താ, വീടെവിടാ, കൂടെവിടാ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്നാ? മുറികൾക്കൊന്നും അത്ര സൗകര്യം പോരല്ലേ? എന്താണാവോ കുറവ്? കിടപ്പുമുറിയിൽ കട്ടിലിട്ടാൽ പിന്നെ മനുഷ്യന് നടക്കാൻ ഇടമില്ല. ആ ഉള്ള സൗകര്യത്തിലൊക്കെ കിടന്നാ മതി. കേട്ടപ്പറ വലുതായില്ല പോലും. കൂടെ എനിക്ക് കിടക്കാനല്ലേ മതി. വാസുട്ടാ, വീട് വാങ്ങുകയല്ലേ? ഇത് മതി. ഇവിടെ ആരാ താമസിച്ചിരുന്നേ? അടച്ചിട്ടിരിക്കായിരുന്നു. ഓ, നല്ല വീടല്ലേ മോനെ? അവിടെ ആരാ താമസിക്കുന്നേ? അവിടെ ഏതോ ദുബായ്ക്കാര് താമസിക്കുകയാണ്. അവിടെ ആര് താമസിച്ച നിനക്കെന്താ? വന്ന് കേറിയില്ല, അതിന് മുമ്പേ തുടങ്ങി. ഇവിടെ ആരാ, അവിടെ ആരാ? അയൽപക്കവും കാര്യങ്ങളും അറിയാമെന്ന് വെച്ച് ചോദിച്ചതാ. അയൽവക്കവും കാര്യങ്ങളും എന്താണാവോ കാര്യങ്ങള്? ഇതുപോലെ കാര്യം അന്വേഷിച്ചാ ആ വടുതല വീട് വിപ്പിച്ചത്. നമുക്ക് പോവാമേ? അമ്മേ പോകാം. ഓടാ. എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? വണ്ടിയേ നിന്റെ അമ്മയുടെ സ്ത്രീധനമൊന്നുമല്ല. ഇത് കൊടുക്കൂ. ആ, നീ 2 ദിവസം ഇവിടെ നിൽക്കും മോളെ. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അയ്യോ, അപ്പച്ചന് എന്നതായി പറയുന്നേ? വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അപ്പച്ചന് അറിയില്ല അല്ലേ? ഞാനില്ലെങ്കിൽ ഡോക്ടറുടെ ഒരു കാര്യം നടക്കത്തില്ല. രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്നാ കുടിക്കാൻ പാല്, കുളിക്കാൻ കറിയാ സോപ്പ്, ചീപ്പ്, കണ്ണാടി. വല്ലതും കഴിക്കാനിരുന്നാലോ ഞാൻ തന്നെ വിളമ്പി കൊടുക്കും വേണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ കഴിക്കത്തില്ല അപ്പച്ച. കഴിക്കത്തില്ലെന്നേ. എല്ലാത്തിന്റെയും വാല് തൂങ്ങി നടക്കാൻ ഞാൻ തന്നെ വേണം.
ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ മണി 12 ആവും. ഇല്ല ഏച്ചക്കെ? അതെ അതെ, എന്റെ പൊന്നപ്പച്ച, ഇവളില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു സമാധാനമില്ല. എന്റെ മാമച്ച അവള് പോട്ടെന്നേ. ആ എങ്കി പൊയ്ക്കോടി മോളെ. ഇതാര്? ആ ഐസക്കോ? ആ മോളിയോ? ഹലോ. നമുക്ക് പോവാം. പാപ്പച്ചി വരട്ടെ. ആ ചെല്ലു മോളെ.